ഞാനിന്നിവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാ വീട്ടമ്മമാർക്കും തന്നെ നമ്മുടെ ഡെയിലി ലൈഫിൽ യൂസ്ഫുൾ ആവുന്ന കുറേ നല്ല ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ കളക്ട് ചെയ്തിട്ടാണ് കേട്ടോ. നമ്മൾ കുറേ സമയമൊക്കെ നിന്ന് കഷ്ടപ്പെട്ട് ചെയ്യുന്ന ജോലികളൊക്കെ സിമ്പിളായിട്ടുള്ള ടിപ്സൊക്കെ യൂസ് ആക്കി കഴിഞ്ഞാൽ നമുക്കത് പെട്ടെന്ന് ചെയ്ത് തീർക്കാനായിട്ട് സാധിക്കും. അങ്ങനെയുള്ള കുറേ നല്ല ടിപ്സാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ആദ്യത്തെ ടിപ്സ് എന്താണെന്ന് വെച്ചാൽ മഞ്ഞൾപ്പൊടി യൂസ് ചെയ്തിട്ടുള്ള ടിപ്സാണ് കേട്ടോ. ഇതിപ്പോൾ പച്ച മഞ്ഞളാണെന്നുണ്ടെങ്കിൽ പച്ച മഞ്ഞൾ എടുക്കുക. ഇത് ഞാൻ പച്ച മഞ്ഞൾ പുഴുങ്ങി നമ്മൾ ഉണക്കി പൊടിച്ചെടുത്ത് വെച്ചതാണ് കേട്ടോ. അപ്പോൾ പച്ചമഞ്ഞൾ എല്ലാത്തിനും നമുക്ക് ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. ഇപ്പോൾ പച്ചമഞ്ഞൾ ഇതുപോലെ തൈരിൽ മിക്സ് ആക്കിയിട്ട് നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫേസ് നല്ല ഗ്ലോ ആവാനും നല്ല കളർ വെക്കാനും, ഇപ്പോൾ വേനൽക്കാലമൊക്കെ ആയതുകൊണ്ട് നല്ലപോലെ തന്നെ മുഖമൊക്കെ ടാൻ അടിക്കും വെയിലത്തൊക്കെ പോയി കഴിഞ്ഞാൽ അതൊക്കെ മാറാനായിട്ട് നമ്മൾ പുറത്ത് പോയി വന്ന ശേഷം നമ്മൾ ഇതുപോലെ ഒന്ന് അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ നല്ല പോലെ തന്നെ മുഖം ബ്രൈറ്റ്നെസ് ആവാൻ ഹെൽപ്പാക്കും. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിൽ കുറച്ച് കടലമാവും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മളത് വേറെ ഒന്നും ഫേസ് വാഷ് ഒന്നും യൂസ് ചെയ്തിട്ട് കഴുകേണ്ട ആവശ്യമില്ല കേട്ടോ. കടലമാവ് ഇട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് അങ്ങനെ ഒന്ന് കഴുകിയെടുത്താൽ മതിയാവും. ഇനിയിപ്പോൾ അതേപോലെ തന്നെ അടുത്തതായിട്ട് ഞാനിത് ഒരു ഗ്ലാസ്സോളം പാല് ഞാനിത് പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മളിതൊന്ന് ചൂടായി വരുന്ന സമയത്ത് നമ്മൾ അതിലേക്ക് ഒരു പിഞ്ച് അളവിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ നന്നായി ഒന്ന് തിളച്ചതിന് ശേഷം നമ്മൾ ഈ ഒരു പാല് ഇളം ചൂടോടുകൂടി തന്നെ നമ്മൾ കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് രാത്രി ഉറക്കക്കുറവുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് ആ ഉറക്കക്കുറവ് മാറി ഇത് കുടിച്ചു കഴിഞ്ഞാൽ നല്ലപോലെ തന്നെ ഉറക്കം വരാനും അതുപോലെ മാനസിക സമ്മർദ്ദം അനുഭവപ്പെടുന്ന സമയത്ത് നമ്മൾ ഇതുപോലെ കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് സമാധാനം കിട്ടാനും, അതുപോലെ നമുക്ക് മലബന്ധത്തിൻ്റെ പ്രശ്നങ്ങളുള്ള സമയത്തും അതുപോലെ തന്നെ ആർത്തവ സമയത്ത് നമുക്ക് ആർത്തവ വേദനയൊക്കെ ഉണ്ടാവുമല്ലോ, നല്ല വയറുവേദനയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് മാറാനും, അതുപോലെ നമുക്ക് ഒരുപാട് പ്രതിരോധ ശേഷി കൂട്ടാനും ഒക്കെ നമ്മളിതുപോലെ പാലിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ നല്ലതാണ് കേട്ടോ. മെയിനായിട്ട് നമ്മൾ ഈ ഒരു പച്ച മഞ്ഞൾ തന്നെ നമ്മൾ ഉപയോഗിക്കുന്നതായിരിക്കും വളരെ നല്ലത്. നമ്മുടെ വീട്ടിലുണ്ടാക്കിയതാണെന്നുണ്ടെങ്കിൽ അത് അത്രയും നല്ലതായിരിക്കും കേട്ടോ. അപ്പോൾ ഇതിനൊക്കെ നമുക്ക് ഈ ഒരു പാലിൽ മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ ബെറ്ററാണ് കേട്ടോ. അപ്പോൾ കുട്ടികൾക്ക് കഫക്കെട്ടൊക്കെ വരുന്ന സമയത്ത് നമുക്ക് ഈ ഒരു രീതിയിൽ നമുക്ക് ചെയ്തു കൊടുക്കാവുന്നതാണ്. പാല് കൊടുക്കുമ്പോൾ കഫക്കെട്ട് കൂടുതലായിട്ട് നമുക്ക് കഫക്കെട്ട് വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിലൊരു അല്പം മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നമുക്ക് കൊടുക്കാവുന്നതാണ്. ഇനിയിപ്പോൾ അതേപോലെ തന്നെ അടുത്തതായിട്ട് നമ്മൾ ഇതുപോലെ മഞ്ഞൾ എടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു പിഞ്ച് അളവിൽ നമ്മൾ ആവശ്യമനുസരിച്ച് കുറച്ച് മഞ്ഞൾ എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. വെളിച്ചെണ്ണയാണ് നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് നമ്മൾ നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ ചിലപ്പോൾ വായിലൊക്കെ വായ്പുണ്ണ് വന്നിട്ട് നമുക്ക് ഭക്ഷണം കഴിക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ട് തോന്നുന്ന സമയത്ത് ഇത് നന്നായി മിക്സ് ചെയ്തിട്ട് ആ വായ്പുണ്ണ് വന്നിരിക്കുന്ന ഭാഗത്ത് നമ്മളൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അങ്ങനെ കുറേ തവണ ഒരു ദിവസം ഒരു 4-5 തവണയൊക്കെ നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ മാറും. അപ്പോൾ നമ്മൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ ഇടയ്ക്ക് ജസ്റ്റ് ഒന്ന് ആ ഒരു ഭാഗത്ത് നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതിയാവും. അതേപോലെ തന്നെ നമ്മുടെ കാലൊക്കെ വിണ്ട് കീറി അങ്ങനെ മുറിവൊക്കെ വന്നിട്ട് വിണ്ട് കീറിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് മാറാനും നമ്മളിതുപോലെ എണ്ണ അപ്ലൈ ചെയ്തിട്ടുള്ള മഞ്ഞൾ നമ്മൾ അതിലേക്ക് ഇട്ടിട്ട് നമ്മളൊരു സോക്സ് എന്തെങ്കിലും ഇട്ട് കൊടുത്താൽ മതിയാവും. അങ്ങനെ കുറച്ച് ദിവസം ചെയ്യുമ്പോഴേക്കും തന്നെ ആ ഒരു വിണ്ട് കീറൽ മുഴുവനായി തന്നെ നമുക്ക് മാറാനായിട്ട് ഹെൽപ്പാക്കും കേട്ടോ. അതേപോലെ തന്നെ പിന്നെ നമ്മൾ ഇതുപോലെ തിളച്ച വെള്ളം നമ്മളൊരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിലേക്ക് നമ്മൾ ഈ ഒരു പച്ച മഞ്ഞളുടെ പൊടി കുറച്ചിട്ട് കൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്യുക കേട്ടോ. മിക്സ് ചെയ്തതിന് ശേഷം ഈ ഒരു വെള്ളം നമ്മൾ കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കൊളസ്ട്രോൾ നമുക്ക് ഡെയിലി നമ്മൾ രാവിലെ ഇതുപോലെ കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കൊളസ്ട്രോൾ കുറയ്ക്കാനും നമുക്ക് ഹെൽപ്പാക്കും. അതുപോലെ തന്നെ ഗ്യാസിൻ്റെ പ്രോബ്ലം ഒക്കെ വന്നിട്ട് നമുക്ക് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന സമയത്ത് ഇതുപോലെ മഞ്ഞളും ഒരല്പം ഇഞ്ചി നീരും കൂടെ ചേർത്തിട്ട് കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ഗ്യാസിൻ്റെ പ്രശ്നം നമുക്ക് പരിഹരിക്കാനായിട്ട് നമുക്ക് സാധിക്കും കേട്ടോ. അതേപോലെ തന്നെയാണ് നമ്മളിപ്പോൾ ഈ തൊണ്ടവേദനയൊക്കെ നമുക്ക് വന്നിരിക്കുന്ന സമയത്ത് ഇതുപോലെ നമ്മൾ വെള്ളത്തിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും അതുപോലെ ഒരല്പം ഉപ്പും കൂടെ കല്ലുപ്പും കൂടെ ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ തൊണ്ടയിലേക്ക് ഇങ്ങനെ ഈ ഇതുപോലെ ഗാർഗിൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് തൊണ്ടവേദന നല്ല അസഹ്യമായ തൊണ്ടവേദന ഉണ്ടെന്നുണ്ടെങ്കിലും നമുക്കൊരു 3-4 വട്ടം അതുപോലെ കവിള് കൊള്ളുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് മാറ്റാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ നമുക്ക് അമിതവണ്ണം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ നല്ലോണം തടി കുറയ്ക്കാനൊക്കെ ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ചൂടുവെള്ളത്തിൽ നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ നമ്മൾ കുറച്ച് നാരങ്ങ നീരും കൂടെ മിക്സ് ആക്കിയിട്ട് നമ്മൾ രാവിലെ വെറും വയറ്റിൽ കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു നല്ല അമിതവണ്ണം നമുക്ക് കുറയ്ക്കാനും ഒക്കെ നമുക്ക് ഹെൽപ്പാണ് കേട്ടോ. പിന്നെ അതേപോലെ തന്നെ നമുക്ക് മുറിയൊക്കെ വന്ന് അല്ലെങ്കിൽ ചെറിയ കുട്ടികൾക്കൊക്കെ വല്ല മുറിയൊക്കെ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് അണുബാധയൊന്നും ഒക്കെ തടഞ്ഞിട്ട് പെട്ടെന്ന് മുറിവ് ഉണങ്ങാനായിട്ട് നമ്മൾ ഈ ഒരു മഞ്ഞൾപ്പൊടി ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് ആ മുറിയിലേക്ക് അപ്ലൈ ചെയ്താൽ മതി. പക്ഷേ ഇതെല്ലാം നമ്മൾ പച്ചമഞ്ഞൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഉരച്ചിട്ട് അങ്ങനെ അപ്ലൈ ചെയ്യാം, അല്ലെങ്കിൽ
അല്ലെങ്കിൽ അതിൻ്റെ പൊടിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ അണുബാധയൊക്കെ വന്നിട്ട് പിന്നെ പഴുപ്പ് വരിക അങ്ങനെയുള്ളതൊക്കെ നമുക്ക് തടയാനായിട്ട് നമുക്ക് ഹെൽപ്പ് ആക്കും കേട്ടോ. അപ്പോൾ മഞ്ഞൾപ്പൊടി ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കറി വയ്ക്കാൻ മാത്രമല്ല ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾക്ക് നമുക്ക് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഇനിയിപ്പോൾ അടുത്തതായിട്ട് ഞാനിവിടെ ഒരു റെസിപ്പിയാണ് കാണിക്കുന്നത്. ഇപ്പോൾ ഞാൻ ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ച് അതിലേക്ക് ഞാൻ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് 2 ഗ്രാമ്പു 2 ഏലക്കായ 2 പട്ടയും കൂടെ ചേർത്തതിന് ശേഷം ഞാൻ ഒരു 3-4 പച്ചമുളക് ചെറിയ രീതിയിൽ കുത്തിയരിഞ്ഞ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തു. പിന്നെ അതേപോലെ തന്നെ ഒരു വലിയൊരു സവോളയാണ് കേട്ടോ, ചെറിയ പീസായിട്ട് കുത്തിയരിഞ്ഞതും കൂടെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉപ്പ് എന്തിനാണെന്ന് വെച്ചാൽ ഇട്ട് കൊടുത്തിരിക്കുന്നത് പെട്ടെന്ന് തന്നെ നമുക്ക് സവോള വഴന്ന് കിട്ടാനായിട്ടാണ് കേട്ടോ. പിന്നെ ഒരു ടേബിൾ സ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ നമ്മളിത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഇത് നേരത്തെ ഉണ്ടാക്കി ഫ്രീസ് ചെയ്ത് വെച്ചിരിക്കുന്നതായിരുന്നു കേട്ടോ, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. അതും കൂടെ ഇട്ടിട്ട് നമ്മൾ ഇതിനെ നന്നായി ഒന്ന് വഴറ്റിയെടുക്കുക കേട്ടോ. ഒരുപാട് ഫൈനായിട്ട് നല്ല വഴറ്റിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഇതുപോലെ നമ്മളൊന്ന് ജസ്റ്റ് വഴറ്റിയെടുത്താൽ മതിയാവും കേട്ടോ. അപ്പോൾ നമ്മൾ ഇങ്ങനെ വഴറ്റിയെടുത്തതിന് ശേഷം പിന്നെ നമ്മളൊരു 1/2 കിലോ അളവിൽ ചിക്കൻ എടുത്തിട്ടുണ്ട്. ഒരുപാട് നിറച്ച് ചിക്കൻ ആവശ്യമില്ല, നമുക്ക് വളരെ കുറച്ച് ക്വാണ്ടിറ്റിയിൽ എടുത്താൽ മതിയാവും കേട്ടോ. അപ്പോൾ നമ്മളിത് ഒരു 1/2 കിലോ ചിക്കൻ നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഈ ഒരു എണ്ണയിൽ തന്നെ ഇട്ടിട്ട് ഒരു 5-6 മിനിറ്റ് ഒന്ന് നന്നായി ഇളക്കി കൊടുക്കുമ്പോഴേക്കും ഈ ഒരു ചിക്കന് വൈറ്റ് കളറായിട്ട് വരും കേട്ടോ, നമ്മൾ ഈ ഒരു എണ്ണയിലിട്ട് ഇങ്ങനെ വഴറ്റിയെടുക്കുമ്പോൾ. പിന്നെ നമ്മളിതിലേക്ക് ഈ സമയത്ത് വിനാഗിരി ഉണ്ടെന്നുണ്ടെങ്കിൽ വിനാഗിരി ഒഴിച്ചു കൊടുക്കാം, അല്ല എന്നുണ്ടെങ്കിൽ ചെറുനാരങ്ങ ഉണ്ടല്ലോ, ചെറുനാരങ്ങ നീര് നമ്മൾ ഒരു ചെറുനാരങ്ങയുടെ പകുതിയുടെ നീരും കൂടെ നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായി ഒന്ന് ഒരു പറഞ്ഞ പോലെ 5-6 മിനിറ്റ് നമ്മളിതിനെ ഒന്ന് വഴറ്റിയെടുക്കുക കേട്ടോ. അപ്പോൾ ഇത് കുറച്ച് സമയം വഴറ്റിയെടുക്കുമ്പോഴേക്കും തന്നെ നല്ല പോലെ ഇതിൻ്റെ കളർ നമുക്ക് ചേഞ്ചായി കിട്ടും. അപ്പോൾ അതുകൊണ്ടില്ല ഈ ഒരു അളവിൽ നമുക്കിതിൻ്റെ കളറൊന്ന് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ വഴറ്റിയെടുത്തതിന് ശേഷം പിന്നെ നമുക്കിതിലേക്ക് ഞാനിവിടെ ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഉരുളക്കിഴങ്ങ് വേവിച്ച് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങാണ് കേട്ടോ. അപ്പോൾ ആ ഒരു ഉരുളക്കിഴങ്ങ് നമ്മൾ ശരിക്കും പറയുകയാണെങ്കിൽ ഒരു മീഡിയം സൈസായിട്ടുള്ള 2 ഉരുളക്കിഴങ്ങ് നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട്. ഈ സമയത്ത് നിങ്ങളുടെ കയ്യിൽ ക്യാരറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ക്യാരറ്റും എടുക്കാവുന്നതാണ് കേട്ടോ. ക്യാരറ്റും ഇതുപോലെ ചെറിയ പീസായി കട്ട് ചെയ്തിട്ട് അത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഉരുളക്കിഴങ്ങ് മാത്രമേ ഇട്ട് കൊടുക്കുന്നുള്ളൂ കേട്ടോ. പിന്നെ എന്നിട്ട് നമ്മൾ ഒരു തേങ്ങയുടെ 2ാം പാൽ എടുത്തത് നമ്മളിതിലേക്ക് ഇതുപോലെ മുങ്ങി നിൽക്കുന്ന രീതിയിൽ നമ്മളിതിനൊന്ന് ഒഴിച്ചു കൊടുത്തിട്ട് നമ്മളിതിനൊന്ന് മൂടി വെച്ച് നമ്മളിതിനൊന്ന് വേവിച്ചെടുക്കണം കേട്ടോ. നമ്മൾ ഉപ്പ് കുറച്ച് അത്യാവശ്യം വേണമെന്നുണ്ടെങ്കിൽ ഉപ്പിട്ട് കൊടുക്കുക. ഞാൻ ഉരുളക്കിഴങ്ങിൽ ഉപ്പിട്ടിട്ടാണ് ഞാൻ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് നന്നായി ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നന്നായി ഒന്ന് വെന്ത് വരണം കേട്ടോ. അപ്പോൾ വെന്ത് വരുമ്പോഴേക്കും തന്നെ ഈ ഒരു പാലൊക്കെ അത്യാവശ്യം കുറച്ചൊക്കെ വറ്റി വന്നിട്ടുണ്ടാവും. അപ്പോൾ ഇടയ്ക്കൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് നമ്മളൊന്നുകൂടെ അത് മൂടി വെച്ച് വേവിക്കുക കേട്ടോ. അപ്പോൾ നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതേപോലെ തന്നെ എൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണിലുള്ള ബട്ടൺ കൂടി എനേബിൾ ചെയ്താൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടുകയുള്ളൂ കേട്ടോ. അപ്പോൾ അതവിടെ നമ്മുടെ ചിക്കനൊക്കെ അത്യാവശ്യം നന്നായി ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ നമ്മൾ ഇങ്ങനെ തന്നെ ഇരുന്നിട്ട് ഒരു കുറച്ച് ഉരുളക്കിഴങ്ങ് അതിൽ തന്നെ ഇട്ടൊന്ന് സ്മാഷ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്ന് ഉടഞ്ഞ് കിട്ടും കേട്ടോ. അങ്ങനെ നിങ്ങൾക്ക് ഉടയ്ക്കാൻ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ അതൊന്ന് കുറച്ച് ഉരുളക്കിഴങ്ങ് നമ്മൾ ഇട്ടതിൻ്റെ ഒരു കാഭാഗം എടുത്തിട്ട് നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തതിന് ശേഷം നമ്മൾ അതിന് നന്നായി ഒന്ന് ഉടച്ചെടുക്കുക. അതായത് നമ്മുടെ ഈ ഒരു നമ്മളിവിടെ ചിക്കൻ സ്റ്റൂ ആണ് ഉണ്ടാക്കുന്നത് കേട്ടോ. ഈ ചിക്കൻ സ്റ്റൂവിന് നല്ല തിക്നെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിതിനെ ഇതുപോലെ കുറച്ചെടുത്ത് മാറ്റിയിട്ട് നമ്മളിതിനൊന്ന് ഉടച്ചെടുക്കുന്നത് കേട്ടോ. ഒടിച്ചെടുത്തിട്ട് പിന്നെ നമ്മൾ നന്നായി ഒന്ന് അതിലേക്ക് തന്നെ ഇട്ടിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ നമ്മൾ കറി നല്ലപോലെ തന്നെ ഒന്ന് കുറുകി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇതും കൂടെ ചേർത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഫൈനലി നമ്മളിതിലേക്ക് പിന്നെ ചേർക്കേണ്ടത് 1ാം പാലാണ് കേട്ടോ. 1ാം പാൽ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മളത് ഒരുപാട് തിളയ്ക്കാനായിട്ട് വെയിറ്റ് ചെയ്യരുത്. തിളച്ച് കഴിഞ്ഞാൽ പിന്നെ ഈ ഒരു കറി പിരിഞ്ഞ പോലെ നിൽക്കും. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് ചൂട് ഒഴിച്ച് ഒരു 2-3 സെക്കൻഡ് കഴിഞ്ഞത് നമുക്ക് ഫ്ലെയിം ഓഫാക്കി കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇതിനെ നമ്മൾ ഇതിലേക്ക് ഇപ്പോൾ ഈ ഉടച്ച് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് കൂടെ ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മളിതിലേക്ക് കുരുമുളക് ചേർത്ത് കൊടുക്കണം കേട്ടോ. ലാസ്റ്റ് ഫൈനലി കുരുമുളകും ഒരു 1/2 ടീസ്പൂണോളം കുരുമുളകും 1/2 ടീസ്പൂണോളം തന്നെ നമ്മൾ ഗരം മസാല നമ്മൾ വീട്ടിൽ തന്നെ പൊടിച്ചെടുത്തിട്ടുള്ള മസാലയാണ് കേട്ടോ. അപ്പോൾ ആ മസാലയും കൂടെ ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഈ തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കുക. പിന്നെ നമ്മൾ മല്ലിയില കുറച്ച് ഇട്ട് കൊടുക്കുക കേട്ടോ. മല്ലിയിലയോ കറിവേപ്പിലയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം. ഞാൻ മല്ലിയില കുറച്ച് അതിൻ്റെ മുകളിലേക്ക് ഇത്തിരി നല്ലോണം ഒന്ന് ഇട്ട് കൊടുത്ത് അതിനുശേഷം ഫൈനലി നമ്മൾ തേങ്ങാപ്പാൽ ഒഴിക്കുക. കുറച്ച് സമയം ഒന്ന് ഈ പറഞ്ഞ പോലെ 2 സെക്കൻഡ് കഴിയുമ്പോഴേക്കും തന്നെ നമുക്ക് ഫ്ലെയിം ഓഫാക്കി കൊടുക്കാം.
അപ്പോൾ നമ്മൾ ഇങ്ങനൊരു സ്റ്റൂ തയ്യാറാക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തിനും കഴിക്കാം കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റാണ്. നമ്മൾ നോർമലി നമ്മൾ ചിക്കൻ കറിയൊക്കെ കഴിക്കുന്നത് പോലെ അല്ല, അതിനേക്കാളും കുറച്ചും കൂടെ നല്ല ടേസ്റ്റ് ആയിരിക്കും. പിന്നെ കുട്ടികൾക്കൊക്കെ ധൈര്യമായിട്ട് കൊടുക്കാൻ പറ്റും, ഒരുപാട് എരിവും കാര്യങ്ങളൊന്നും ഉണ്ടാവുകയില്ലല്ലോ. അപ്പോൾ അതാ നമ്മൾ തേങ്ങാപ്പാൽ ഒഴിച്ചു. ഇനി നമുക്കിതിന് 2 സെക്കൻഡ് കഴിഞ്ഞ് ഫ്ലെയിം ഓഫ് ആക്കി കൊടുക്കാം. ഇനി അടുത്തതായിട്ട് നമുക്കൊരു താളിപ്പ് തയ്യാറാക്കണം കേട്ടോ. അപ്പോൾ അതിനായിട്ട് നമ്മൾ കുറച്ച് വേറൊരു പാത്രത്തിലേക്ക് കുറച്ച് നെയ്യാണെങ്കിൽ നെയ്യ് ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ എണ്ണയാണെന്നുണ്ടെങ്കിൽ എണ്ണ ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. അപ്പോൾ അതാ ഞാൻ ഓയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ അതിലേക്ക് കുറച്ച് കാഷ്യൂ നട്ട് ഇട്ടിട്ട് ആദ്യം ഒന്ന് ഇതിനൊന്ന് ഇതാക്കി വറുത്തെടുക്കുക കേട്ടോ. കാഷ്യൂ നട്ട് ഓപ്ഷണലാണ്, ഇട്ട് കൊടുത്താൽ കുറച്ചും കൂടെ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ അത് ഇതിനെ ഒന്ന് വറുത്ത് കോരി മാറ്റി വെച്ചതിന് ശേഷം നമ്മൾ ചെറിയ ഉള്ളി ഉണ്ടല്ലോ, ചെറിയ ഉള്ളി ഒരു 5-6 ചെറിയ ഉള്ളി എടുത്തിട്ട് നല്ല കുഞ്ഞതാക്കി അരിഞ്ഞിട്ട് അതും കൂടെ നമ്മളതിലേക്ക് ഇട്ടിട്ട് നന്നായൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം നമ്മൾ ഇതിനെ ഈ ഒരു വറുത്തെടുത്തിട്ടുള്ള ഈ ഒരു വഴറ്റിയെടുത്തിട്ടുള്ള ഈ ഒരു താളിപ്പിനെ നമുക്ക് നമ്മുടെ സ്റ്റൂവിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് നമ്മൾ അപ്പം തന്നെ അത് മിക്സ് ചെയ്യാതെ അതിനൊന്ന് മൂടി വെച്ച് ഒരു 10-15 മിനിറ്റിന് ശേഷം മാത്രം എടുത്ത് നന്നായി ഇളക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇത് നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ചിക്കൻ സ്റ്റൂ ആണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും തയ്യാറാക്കി നോക്കുക. ഈ നോമ്പ് സമയത്ത് നമുക്കിത് പത്തിരിയുടെ കൂടെ, നൂൽപുട്ടിൻ്റെ കൂടെ, ആപ്പം, ഇഡലി എന്ന് പറഞ്ഞ പോലെ ചപ്പാത്തിയുടെ കൂടെ, പൂരിയുടെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു സ്റ്റൂ ആണ്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ട്രൈ ചെയ്യുക. യൂസ്ഫുൾ ആകണേ. വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. അതുപോലെ വീഡിയോയ്ക്ക് നല്ല കമൻറ്റ് ഇടുക കേട്ടോ. നല്ല കമൻറ്റ് വായിക്കുമ്പോഴാണ് എനിക്ക് ഇനിയും വീഡിയോ ഇടാനുള്ള നല്ലൊരു പ്രചോദനം കൂടിയാവുന്നത്. ഇനി ഇതേപോലെ തന്നെ അടുത്ത നല്ല ഇൻട്രസ്റ്റിങ്ങും എല്ലാ വീട്ടമ്മമാർക്കും ഒരേപോലെ യൂസ്ഫുൾ ആവുന്ന വളരെ നല്ലൊരു വീഡിയോയിൽ കാണുന്നതുവരേക്കും ബൈ.